നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു കിട്ടിയെന്ന് വിദ്യാർത്ഥിയുടെ വെളിപ്പെടുത്തൽ. മൊഴി നൽകിയത് ബീഹാറിൽ ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ അറസ്റ്റിലായ വിദ്യാർത്ഥി. നീറ്റ് ക്രമക്കേടിൽ പുനഃപരീക്ഷ ആവശ്യപ്പെട്ടുള്ള ഹർജികളിൽ കേന്ദ്രത്തിന് സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. പരീക്ഷയ്ക്കെതിരായ ഹർജികൾ സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. പരീക്ഷാ ക്രമക്കേടിൽ തെരുവുകളിൽ ഇന്നും പ്രതിഷേധമുണ്ടായി. ബീഹാറിൽ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ് വിദ്യാർത്ഥിയുടെ നിർണായക മൊഴി. തനിക്ക് ബന്ധു ചോർത്തി നൽകിയ ചോദ്യപേപ്പർ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറുമായി പൊരുത്തമുണ്ടെന്ന് അറസ്റ്റിലായ വിദ്യാർത്ഥി അനുരാഗ് യാദവ് സമസ്തിപൂർ പോലീസിന് മൊഴി നൽകി. ഇതിനു പിന്നാലെ ഈ വിദ്യാർത്ഥിയുടെ ബന്ധുക്കൾ വഴി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് നേരെയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. പരീക്ഷാ ചോദ്യപേപ്പർ ചോർത്തി നൽകാൻ വൻ മാഫിയ പ്രവർത്തിച്ചിരുന്നതായാണ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ധർമ്മേന്ദ്ര പ്രധാന്റെ വസതിക്ക് മുന്നിൽ NSUAയും SFI വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് മുൻപിലും പ്രതിഷേധിച്ചു. പ്രതിഷേധം ശക്തമായതോടെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട കേസുകൾ ഹൈക്കോടതികളിൽ തീർപ്പാക്കാതെ സുപ്രീംകോടതിയിലേക്ക് മാറ്റണമെന്ന NTA ആവശ്യത്തിൽ സുപ്രീംകോടതി ഇടപെട്ടു. ഹൈക്കോടതികൾക്ക് മുൻപാകെയുള്ള കേസുകൾ സ്റ്റേ ചെയ്തു. 24 ഡൽഹി. രാജ്യത്ത് നോൺ സ്റ്റോപ്പ് ചോദ്യപേപ്പർ ചോർത്ത് നടക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി. നീറ്റ് പരീക്ഷ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി വിദ്യാർത്ഥികളുമായി നേരിട്ട് ചർച്ച നടത്തി. UGC നെറ്റ് പരീക്ഷയിലെ ക്രമക്കേട് പരിശോധിക്കാനുള്ള നടപടികൾ CBI ആരംഭിച്ചു. 10 ജൻപതിലായിരുന്നു വിദ്യാർത്ഥികളുമായുള്ള രാഹുൽ ഗാന്ധിയുടെ കൂടിക്കാഴ്ച. ഭാരത് ജോഡോ യാത്രയ്ക്കിടയിൽ നിരവധി യുവാക്കൾ ഇന്ത്യയിൽ ചോദ്യചോർച്ചയുണ്ടാകുന്നു എന്ന പരാതി തന്നോട് ഉന്നയിച്ചിരുന്നതായി രാഹുൽ വ്യക്തമാക്കി. നരേന്ദ്രമോദിക്ക് ചോദ്യപേപ്പർ ചോർച്ച തടയാനാകുന്നില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പിടിച്ചടക്കാൻ മുന്നിൽ നിൽക്കുന്ന നരേന്ദ്രമോദിക്ക് വീഴ്ചകൾ തടയാൻ താല്പര്യമില്ല. ചില സംഘടനകളെ ഉപയോഗിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പിടിച്ചെടുക്കുന്നത് രാജ്യദ്രോഹ പ്രവർത്തനമാണെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. That the reason this is happening and the reason you're suffering is because an independent, objective education system has been demolished and it has been replaced by an education system that is captured by the BJP, captured by their parent organization. നീറ്റ് 2024 പരീക്ഷയിൽ ക്രമക്കേടുകൾ പുറത്തുവരുന്നതിന് പിന്നാലെ നെറ്റ് പരീക്ഷയിലും സമാനമായ സംഭവമാണ് ഉണ്ടായത്. NDA ഡയറക്ടർ ജനറലിനെ വിളിച്ചുവരുത്തിയ വിദ്യാഭ്യാസ വകുപ്പ് വിഷയത്തിൽ വിശദമായ വിവരങ്ങൾ ആവശ്യപ്പെട്ടു. പരീക്ഷയുടെ സമഗ്രത നഷ്ടപ്പെട്ടത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് NDA നേരത്തെ ഔദ്യോഗിക വെബ്സൈറ്റിൽ സമ്മതിച്ചിരുന്നു. UGC നെറ്റ് പരീക്ഷ റദ്ദാക്കിയതിന് പിന്നാലെയാണ് NDAയുടെ സ്വയം വിമർശനം. വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ച CBI വിദഗ്ധരുടെ സഹായത്തോടെ ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ നിഗമനങ്ങൾ പരിശോധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. CBI ഡയറക്ടറുടെ മേൽനോട്ടത്തിൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് പരിശോധന. R രാധാകൃഷ്ണൻ, 24 ഡൽഹി. വീഴ്ച പറ്റിയെന്ന CPIM. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് കാരണം ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കാൻ കഴിയാതിരുന്നത് എന്ന് സംബന്ധിച്ച് CPIM തെറ്റിദ്ധാരണ തിരുത്താൻ ജനങ്ങളിലേക്ക് പാർട്ടി ഇറങ്ങിച്ചെല്ലുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. SNDP യോഗ നേതൃത്വത്തിലെ ചിലർ BJP അജണ്ട നടപ്പാക്കാൻ വേണ്ടി പ്രവർത്തിച്ചുവെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. സർക്കാരിന്റെ മുൻഗണനാക്രമത്തിൽ മാറ്റം വരുത്താനും സംസ്ഥാന നേതൃയോഗങ്ങളിൽ തീരുമാനമായി. കഴിഞ്ഞ കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത ചില കാര്യങ്ങളാണ് 5 ദിവസത്തെ സംസ്ഥാന നേതൃയോഗങ്ങളിൽ കണ്ടത്. തിരഞ്ഞെടുപ്പ് തോൽവിയിൽ CPIM ആത്മവിമർശനം നടത്തുകയാണ്. തിരഞ്ഞെടുപ്പ് ഫലത്തിനു പിന്നാലെ വോട്ടിംഗ് ശതമാനവും കണക്കുകളും നിരത്തി പ്രതിരോധിച്ച CPIM ആ ശൈലി മാറ്റിപ്പിടിച്ചു. ജനങ്ങളെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടതാണ് പരാജയ കാരണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി തന്നെ വിശദീകരിച്ചു. UDFിന് 18 സീറ്റ് നേടാനായി, ഒരു സീറ്റ് BJPക്കും നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ മറ്റൊരു കാര്യം. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ 2019 പോലെ ഒരു സീറ്റ് മാത്രമേ നേടാൻ സാധിക്കൂ. കേരളത്തിൽ ഏറ്റുമുട്ടുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDFും തമ്മിലാണ്. ഇത് കേരളത്തിന്റെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുള്ളൊരു പരിമിതിയാണ്. ദേശീയ തലത്തിൽ സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസിനാണ് സാധ്യതയെന്ന ജനങ്ങളുടെ ചിന്തയും ക്ഷേമപ്രവർത്തനങ്ങൾ മുടങ്ങിയതും മറ്റൊരു കാരണമായെന്നും വിലയിരുത്തൽ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വരേണ്ടുന്ന ഒരു വിഭാഗം വോട്ട് നഷ്ടമായിട്ടുണ്ട് എന്ന കാര്യവും ഞങ്ങൾ കൃത്യമായിട്ട് കാണുകയുണ്ട്. പാർട്ടിയുടെ അടിസ്ഥാന വോട്ടായി ഈഴവ സമുദായത്തിലെ വോട്ട് ചോർച്ച ഗൗരവമായിട്ടാണ് CPIM കാണുന്നത്. ഈഴവ വോട്ടുകൾ ചോർന്നതിന് കാരണം SNDP നേതൃത്വത്തിലെ ചിലരുടെ സംഘപരിവാർ അനുകൂല നിലപാടാണെന്ന് CPIM വിലയിരുത്തുന്നു. ചില ക്രൈസ്തവ വിഭാഗങ്ങളും BJPക്കൊപ്പം നിന്നു. നല്ല രീതിയിൽ നിരവധി മേഖലയിൽ BJPക്ക് അനുകൂലമായി, RSSന് അനുകൂലമായി, സംഘപരിവാറിന് അനുകൂലമായി അത്തരം വോട്ട്
മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടന്നു എന്നുള്ളതാണ് സത്യം. എന്നാൽ മുഖ്യമന്ത്രി ശൈലി മാറ്റുമോ എന്ന ചോദ്യത്തിന് MV ഗോവിന്ദന്റെ മറുപടി ഇങ്ങനെ: നിങ്ങളിപ്പോൾ കുറെ കൊല്ലായിട്ടോ ഇത് പറയാൻ തുടങ്ങി. എന്നിട്ട് തന്നെയല്ലേ ഞങ്ങൾ 99 സീറ്റ് കിട്ടി. രണ്ടാം ഗവൺമെന്റ് വന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു ഗവൺമെന്റ് രണ്ടാമത്തെ ഭരണത്തിൽ വരുന്നത്. അന്നും പിണറായി തന്നെയായിരുന്നല്ലോ. നിങ്ങളിപ്പോഴും കുറച്ച് ആൾ കൂടി ചേർന്നിട്ട് പിണറായിയെ ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ച് ഒരു ജനങ്ങൾക്കിടയിൽ ഒരു ഇമേജ് വേറെ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണ്. അതിനൊന്നും CPIM വഴങ്ങുന്ന പ്രശ്നമില്ല. പാർട്ടി പരിപാടി അനുസരിച്ച് സർക്കാരിന്റെ മുൻഗണനാക്രമങ്ങളിൽ മാറ്റം വരുത്താനും സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട്. ദേശീയ നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് 4 മേഖലാ യോഗങ്ങളും നടത്തും. ജനങ്ങളെ കേൾക്കാൻ പ്രാദേശിക തലത്തിലും യോഗങ്ങൾ സംഘടിപ്പിക്കും. 24 തിരുവനന്തപുരം. ആഭ്യന്തര വകുപ്പിനും പോലീസിനുമെതിരെ CPIM സംസ്ഥാന കമ്മിറ്റിയിൽ രൂക്ഷമായ വിമർശനം. മുഖ്യമന്ത്രിയെ കൂടാതെ മറ്റു ചില അധികാര കേന്ദ്രങ്ങളും പോലീസിനെ നിയന്ത്രിക്കുന്നുവെന്നായിരുന്നു വിമർശനം. തൃശൂർ പൂരത്തിലെ പോലീസിന്റെ വീഴ്ച സുരേഷ് ഗോപിക്ക് വേണ്ടിയായിരുന്നുവെന്നും വിമർശനമുണ്ടായി. സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നുവെങ്കിലും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല. മുഖ്യമന്ത്രിയുടെ വകുപ്പായ ആഭ്യന്തര വകുപ്പാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും അധികം വിമർശനങ്ങൾ കേട്ടത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ വകുപ്പിനെ നേതൃയോഗങ്ങളിലെ വിമർശനങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്ന പതിവ് രീതി ഇക്കുറി ഉണ്ടായില്ല. ആഭ്യന്തര വകുപ്പിനെതിരെയും കണക്കിന് വിമർശനങ്ങൾ ഉയർന്നു. സർക്കാരിനെ വികൃതമാക്കുന്ന നടപടികൾ പോലീസിൽ നിന്നുണ്ടായി. IG റാങ്കിന് മുകളിലുള്ള ചില ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം തിരിച്ചടിയായി. മുഖ്യമന്ത്രിയെ കൂടാതെ മറ്റു ചില അധികാര കേന്ദ്രങ്ങളും പോലീസിനെ നിയന്ത്രിക്കുന്നുവെന്നും കുറ്റപ്പെടുത്തലുണ്ടായി. ഗുണ്ടാക്രമണങ്ങൾ നേരിടുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു. തുടർച്ചയായ കൊലപാതകങ്ങൾ ഭീതി പരത്തി. സ്ത്രീ സുരക്ഷയിലും പോലീസിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടുവെന്നും വിമർശനം. മാധ്യമങ്ങൾക്കെതിരായ പോലീസ് നടപടിയും തിരിച്ചടിയായെന്ന് അഭിപ്രായമുയർന്നു. മാധ്യമങ്ങളും സർക്കാരും തമ്മിലുള്ള ബന്ധത്തെ ഇതുലച്ചു. രാഷ്ട്രീയ എതിരാളികൾക്ക് ആയുധം നൽകുന്ന രീതിയിലാണ് ചില ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം. തൃശൂർ പൂരത്തിലെ പോലീസ് ഇടപെടൽ സുരേഷ് ഗോപിക്ക് വേണ്ടിയെന്നും രൂക്ഷ വിമർശനമുണ്ടായി. പോലീസിന് ഗുണ്ടാബന്ധവും പലിശപ്പണം ഇടപാടുമെന്നും ചില അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നിന്നാണ് വിമർശനമുയർന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്നത് മറ്റു ചിലരെന്ന പ്രതിപക്ഷ വിമർശനത്തിനിടെയാണ് CPIM നേതൃയോഗത്തിലും പഴികേട്ടത്. സംസ്ഥാന കമ്മിറ്റിയിൽ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നെങ്കിലും വിമർശനമുയർന്നപ്പോൾ മൗനിയായിരുന്നു. 24 തിരുവനന്തപുരം. രണ്ടാം പിണറായി സർക്കാരിലെ പുതിയ മന്ത്രിയായി മാനന്തവാടി MLA OR കേളുവിനെ തീരുമാനിച്ചു. K രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പാണ് കേളുവിന് ലഭിക്കുക. പാർലമെന്ററി വകുപ്പ് MP രാജേഷിനും ദേവസ്വം VN വാസവന് നൽകാനും തീരുമാനിച്ചു. K രാധാകൃഷ്ണൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിലാണ് OR കേളുവിനെ മന്ത്രിയാക്കാനുള്ള CPIM തീരുമാനം. 2 പതിറ്റാണ്ടിലേറെയായി ജനപ്രതിനിധി എന്ന നിലയിൽ OR കേളു സജീവ സാന്നിധ്യമാണ്. ആദിവാസി ക്ഷേമ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ്. CPIM സംസ്ഥാന സമിതിയിലെ വയനാട് ജില്ലയിൽ നിന്നുള്ള ആദ്യ പട്ടികവർഗ നേതാവ്. ഈ മന്ത്രിസഭയിലെ വയനാട് നിന്നുള്ള ആദ്യ മന്ത്രി എന്ന പ്രത്യേകതയുമുണ്ട്. ആദ്യഘട്ടത്തിൽ പല പേരുകൾ പരിഗണിച്ചെങ്കിലും OR കേളുവിന്റെ പേരിലേക്ക് എത്താൻ 2 കാരണങ്ങൾ. സംസ്ഥാന കമ്മിറ്റി അംഗത്വമുള്ള മറ്റ് ദളിത് MLA മാർ നിലവിൽ CPIM-ലില്ല. പട്ടികവർഗ വിഭാഗത്തിൽ ആരെയും CPIM ഇതുവരെ മന്ത്രിയാക്കിയിട്ടില്ല. K രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പാണ് കേളുവിന് ലഭിക്കുക. പാർട്ടി തീരുമാനത്തിൽ സന്തോഷമെന്നും ആദിവാസി സമൂഹത്തിന്റെ വികസനത്തിലും മനുഷ്യവന്യമൃഗ സംഘർഷങ്ങളിലും ഇടതു നയരേഖ അനുസരിച്ച് പ്രവർത്തിക്കുമെന്നും OR കേളു. പാർട്ടി തീരുമാനം ഗവൺമെന്റ് തീരുമാനമാണ്, ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമാണ്. പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ചിട്ടുള്ള നയങ്ങൾ അതാണ് പിന്തുടരുക. K രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന മറ്റ് 2 വകുപ്പുകളായ പാർലമെന്ററി കാര്യം MP രാജേഷിനും ദേവസ്വം വകുപ്പ് VN വാസവനും നൽകാനാണ് തീരുമാനം. മന്ത്രിയായുള്ള OR കേളുവിന് സത്യപ്രതിജ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം നടത്താനാണ് ആലോചന. ഇതിനായി ഗവർണറോട് സർക്കാർ സമയം ചോദിച്ചു. 24 തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി ചാരിറ്റബിൾ സ്ഥാപനങ്ങളിൽ നിന്ന് മാസപ്പടി കൈപ്പറ്റുന്നു എന്ന ആരോപണവുമായി മാത്യു കുഴൽനാടൻ. സോഷ്യൽ മീഡിയയിലെ കയ്യടിക്ക് വേണ്ടി സഭയിൽ പ്രസംഗിക്കാൻ പാടില്ലെന്ന് സ്പീക്കർ AN ഷംസീറിന്റെ റൂളിംഗ്. പ്രത്യേക വിഷയവുമായി വന്ന് മാധ്യമ ശ്രദ്ധ നേടുകയെന്ന മനോരോഗത്തിൽപ്പെട്ടവർ നമുക്കിടയിലുണ്ടെന്ന മന്ത്രി P രാജീവിന്റെ മറുപടി. ധനാഭ്യർത്ഥന ചർച്ചയ്ക്കിടയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരെ മാത്യു കുഴൽനാടന്റെ ആരോപണം. ROC അയച്ച നോട്ടീസിൽ ഓരോ മാസവും ചാരിറ്റബിൾ സ്ഥാപനങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിലേക്ക് പണം എത്തിയതായി പറയുന്നുണ്ടെന്ന് മാത്യു കുഴൽനാടൻ ആരോപിച്ചു. From the bank statement produced, it could be seen that company has been regularly, almost every month, receiving amount from various charitable organizations, institutions, etc. ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവൻ സാധാരണക്കാരനും അനാഥാലയങ്ങൾക്കും ചാരിറ്റി ഹോംസിനും പണം അങ്ങോട്ട് കൊടുക്കുന്നവരാണ്.
എങ്ങനെയാണ് സാർ മുഖ്യമന്ത്രിയുടെ മകൾ ഒരു അനാഥാലയങ്ങളിൽ നിന്നും മാസാമാസം മാസപ്പടി വിഷയത്തിൽ താൻ ഉന്നയിച്ച കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന മാത്യു കുഴൽനാടൻ പറഞ്ഞതോടെ സ്പീക്കർ എതിർപ്പറിയിച്ചു. സോഷ്യൽ മീഡിയയിൽ കയ്യടി കിട്ടാൻ വേണ്ടി ഈ വിഷയം സ്ഥിരമായി ഉന്നയിക്കരുത്. ശ്രീ മാത്യു കുഴൽനാടൻ സ്ഥിരമായി ഉന്നയിക്കേണ്ട വേദിയല്ല ഇത്. നിങ്ങൾ എത്രയോ തവണ ഫ്ലോറിൽ ഉന്നയിച്ചു. നിങ്ങൾ സ്ഥിരമായി ഉന്നയിക്കേണ്ട വേദിയല്ല ഇത്. നിങ്ങൾ അത് മാത്രമല്ല, ഈ വിഷയം പെൻഡിംഗ് ബിഫോർ ദ കോർട്ടാണ്. നിങ്ങൾ പെൻഡിംഗ് ബിഫോർ ദ കോർട്ടാണ്. നിങ്ങൾക്ക് നിയമം അറിയുന്ന ആളല്ലേ? നിങ്ങൾ നിയമം അറിയുന്ന ആളല്ലേ? പെൻഡിംഗ് ബിഫോർ ദ കോർട്ടാണ്. ഇതിന് കോടതി വിധി പറയണ്ടേ? അതിനുശേഷം പറയാം. ധനാഭ്യർത്ഥനയ്ക്ക് മറുപടി പറഞ്ഞ മന്ത്രി പി രാജീവ് മാത്യു കുഴൽനാടന്റെ ആരോപണത്തെ പരിഹസിച്ചു. ഈ വിഷയം വ്യവസായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊന്നും അധികം കിടക്കാതെ എല്ലാ ദിവസവും ചില അജണ്ടകളുമായി വന്ന് അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മാധ്യമ ശ്രദ്ധ നേടുന്ന പ്രത്യേകമായ ഒരു മനോരോഗം ബാധിച്ച ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ക്ഷേമ പെൻഷൻ കുടിശ്ശിക അടിയന്തര പ്രാധാന്യമുള്ള വിഷയമല്ലെന്ന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകി. പെൻഷൻ കുടിശ്ശിക വേഗത്തിൽ കൊടുത്തു തീർക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. പെൻഷൻ കൊടുക്കാനെന്ന പേരിൽ ഇന്ധന സെസ് വാങ്ങിയിട്ടും കൃത്യമായി പെൻഷൻ വിതരണം ചെയ്യുന്നില്ലെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. 24 തിരുവനന്തപുരം. പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ. തമിഴ്നാട് കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ മരണസംഖ്യ 42ആയി. 4 ആശുപത്രികളിലായി 101 പേർ ചികിത്സയിലാണ്. 20 പേരുടെ ആരോഗ്യനില ഗുരുതരമാണ്. പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമി മേഖലയിൽ സന്ദർശനം നടത്തി. വിഷമദ്യ ദുരന്തത്തിൽ പ്രതിഷേധിച്ച് 22-ന് BJP ജില്ലാ ആസ്ഥാനങ്ങളിൽ പ്രതിഷേധം നടത്തും. എസ് ശ്രീകാന്ത് ഇപ്പോൾ കള്ളക്കുറിച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? കള്ളാക്കുറിച്ചിയിലെ വിഷമദ്യ ദുരന്തത്തിൽ നാടൊന്നാകെ വിറങ്ങലിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഉന്മേഷ്, ഇതിൽ ഏറ്റവും പുതുതായി വരുന്ന വിവരമനുസരിച്ച് 42 പേരാണ് മരിച്ചിട്ടുള്ളത്. മാത്രമല്ല 9 പേരുടെ മരണം ഇന്നാണ് ഈ സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായത്. 10 പേർക്ക് കാഴ്ച നഷ്ടമായിട്ടുണ്ട് എന്നുള്ള വിവരവും പുറത്തു വരുന്നു. ലോക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ച് ഈ മണിക്കൂറുകൾക്കകം വ്യാജമദ്യം വിറ്റ 2 പേരെ പിടികൂടിയിരുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം പ്രതിപക്ഷം അതിശക്തമായ പ്രതിഷേധത്തിനും ഇവിടെ കോപ്പുകൂട്ടുകയാണ്. BJP ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എടപ്പാടി പളനിസ്വാമി പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ഈ സ്ഥലത്ത് എത്തിയിരുന്നു. ഒപ്പം തന്നെ അദ്ദേഹം ഈ മരിച്ച ആളുകളുടെ വീടുകളിലും അതോടൊപ്പം തന്നെ ആശുപത്രിയിലും സന്ദർശനം നടത്തി. സർക്കാരിനെതിരെ ഈ വിഷയത്തിൽ പ്രതികരിക്കാതിരുന്ന ആദ്യഘട്ടം മുതൽ, നേരത്തെയും ഇതാദ്യമായല്ല ഇവിടെ ഇത്തരത്തിൽ വ്യാജമദ്യ ദുരന്തം ഉണ്ടാകുന്നത്, ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടത്തിലൊന്നും കൃത്യമായ നടപടിയെടുക്കാതിരുന്നത് സർക്കാരിന്റെ ഭാഗത്തെ വീഴ്ചയാണ് എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകളും പ്രതിപക്ഷവും ചൂണ്ടിക്കാണിക്കുന്നത്. സർക്കാരിനെതിരെ അടിക്കാൻ ഒരു വടി എന്ന രീതിയിലാണ് പ്രതിപക്ഷം ഇതിനെ ഉപയോഗിക്കുന്നതും. രാജ്ഭവനും ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് ഇതിനോടകം കൈക്കൊണ്ടിട്ടുണ്ട്. എസ് ശ്രീകാന്താണ് കള്ളക്കുറിച്ചിൽ വിവരങ്ങൾ നൽകിയത്. 42ആണ് ഒടുവിലെ വിവരമനുസരിച്ച് മരണസംഖ്യ എന്ന് പറയുന്നത്. നിരവധി പേർ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ബോംബ് നിർമ്മാണ വിവാദത്തിൽ CPIനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയതിന് ഭീഷണിയുണ്ടെന്ന് കണ്ണൂർ എരഞ്ഞോളിയിലെ സീന. സത്യം മാത്രമാണ് തുറന്നു പറഞ്ഞത്, ഭയന്ന് പിന്മാറില്ലെന്നും സീന പ്രതികരിച്ചു. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട വേലായുധന്റെ അയൽവാസിയാണ് സീന. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ആരോപണമെന്നാണ് CPIM നിലപാട്. ഈ വീടിന്റെ പറമ്പത്ത് നിന്ന് 3 ബോംബ് ഇവരെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പോലീസിനൊന്നും ഇവർ പറയാൻ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. ഇവിടെയുള്ള ആൾക്കാർ പാർട്ടിക്കാരെടുത്തോണ്ട് പോയിട്ടുണ്ട്. അത് 10-15 വർഷം മുമ്പേ ഞങ്ങളുടെ ഈ വീട് വാടക കൊടുത്തു പോയിട്ടുണ്ട്. അപ്പോഴേ ഇതുണ്ട്. ഇപ്പൊ ഒരാൾ മരിച്ചുകൊണ്ട് ഇത് വെളിയിൽ വന്നു. ഇല്ലേ ഇത് പിന്നെ ഇങ്ങനെ തന്നെ നിൽക്കും. സീനയുടെ ഈ വെളിപ്പെടുത്തൽ CPIMനെ തെല്ലൊന്നുമല്ല പ്രതിരോധത്തിലാക്കിയത്. അപവാദ പ്രചരണമെന്ന് CPIM ജില്ലാ നേതൃത്വം തന്നെ പ്രസ്താവനയിറക്കി. പ്രാദേശിക CPIM നേതൃത്വവും മറുപടിയുമായി രംഗത്തു വന്നു. പിന്നാലെ ഭീഷണി നേരിടുന്നുവെന്ന പരാതിയുമായി യുവതി. എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കപ്പെട്ടേക്കാമെന്ന് സീന. ജോലി കളയാൻ വരെ ശ്രമമുണ്ട്. അപ്പൊ അമ്മേന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങള് മോളോടൊന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ പറഞ്ഞു, അവള് ഞാൻ പറഞ്ഞ അനുസരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 39 വയസ്സുവരും ജീവിച്ചില്ലേ, ഇനിയിപ്പോ സത്യം പറഞ്ഞിട്ട് മരിക്കാനാണെങ്കിൽ അത് ഞാൻ സന്തോഷത്തോടുകൂടി സ്വീകരിക്കാണ്. പക്ഷെ ഞാനാണ് പറഞ്ഞത്, അതിനുവേണ്ടി എന്റെ വീട്ടുകാർ ആക്രമിക്കപ്പെട്ടതെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇവര് സ്കെച്ച് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അയാള് എപ്പോ ഇന്നല്ലേ നാളെ അല്ലെങ്കിൽ എങ്ങനെയാണ് അവർക്ക് മരണം ഉറപ്പാണല്ലോ. ഞാൻ ഇത്രയും വർഷം അവിടെ ജീവിച്ചൊരു വ്യക്തിയായത് കാരണം എനിക്കറിയാലോ എന്താ സംഭവിക്കാം. അതേസമയം സ്ഫോടനക്കേസ് അന്വേഷണ ചുമതല തലശ്ശേരി ACPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെ ഏൽപ്പിച്ചു. ജില്ലയിലെ ആളൊഴിഞ്ഞ വീടുകളും പറമ്പുകളും കേന്ദ്രീകരിച്ചുള്ള ബോംബ് സ്ക്വാഡിന്റെയും പോലീസിന്റെയും പരിശോധന തുടരും. 24 കണ്ണൂർ.
തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിക്ക് ദാരുണാന്ത്യം. അഞ്ചുതെങ്ങ് സ്വദേശി വിക്ടറാണ് മരിച്ചത്. മണിക്കൂറുകൾക്ക് ശേഷം അഴിമുഖത്തുണ്ടായ അപകടത്തിൽ മത്സ്യത്തൊഴിലാളിക്ക് പരിക്കേറ്റു. അപകടങ്ങൾ തുടർക്കഥയാകുന്നതിൽ പ്രതിഷേധിച്ച് കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ നിയമസഭയിലേക്ക് മാർച്ച് നടത്തി. അപകടം തടയാനുള്ള നടപടി വേഗത്തിലുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അറിയിച്ചു. മണിക്കൂറുകളുടെ ഇടവേളയിൽ മുതലപ്പുഴ അഴിമുഖത്ത് ഇന്ന് 2 അപകടങ്ങൾ. പുലർച്ചെ 1:30-ക്കായിരുന്നു ആദ്യത്തെ അപകടം. മീൻപിടുത്തം കഴിഞ്ഞ് മടങ്ങി വരവെ അഴിമുഖത്തുണ്ടായ ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം തലകീഴായി മറിഞ്ഞു. സംഭവത്തിൽ 5 തെങ്ങ് സ്വദേശി വിക്ടറിന് ജീവൻ നഷ്ടമായി. ഒപ്പമുണ്ടായിരുന്ന 3 മത്സ്യത്തൊഴിലാളികൾ നീന്തി രക്ഷപ്പെട്ടു. മണിക്കൂറുകൾക്ക് ശേഷം പുലർച്ചെ 5:30-യോടെ രണ്ടാമത്തെ അപകടം. മീൻ പിടിക്കാൻ കടലിൽ പോയ 5 തെങ്ങ് തോണിക്കടവ് സ്വദേശി വള്ളം മറിഞ്ഞ് തിരയിൽപ്പെടുകയായിരുന്നു. സ്റ്റാലിൻ നീന്തി രക്ഷപ്പെട്ടു. രക്ഷാപ്രവർത്തനത്തിന് മറീൻ എൻഫോഴ്സ്മെന്റിന്റെ സഹായം ലഭിച്ചില്ല എന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. മുതലപ്പുഴയിൽ ഉണ്ടാകുന്ന തുടർച്ചയായ അപകടമരണങ്ങളിൽ സർക്കാർ അവഗണന കാണിക്കുന്നുവെന്ന് ആരോപിച്ച് കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ നിയമസഭയിലേക്ക് മാർച്ച് നടത്തി. ഭരണാധികാരികളാണ് മുതലപ്പുഴയിലെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് ലത്തീൻ അതിരൂപത വികാരി ജനറൽ യൂജിൻ പെരേര കുറ്റപ്പെടുത്തി. ഈ സംസ്ഥാനത്തെ പൗരന്മാരുടെ ഭൂമിയും സ്വത്തും ജീവിതവും സംരക്ഷിക്കാമെന്ന് നമ്മുടെ ഭരണഘടനയിൽ തൊട്ട് വാഗ്ദാനം ചെയ്ത ഭരണാധികാരികളൊക്കെ സങ്കോചത്തോടുകൂടി ഇങ്ങനെ കൂച്ചുവിലങ്ങിട്ട ആളുകളെ പോലെ നിൽക്കുകയാണ്. അതിനിടെ മുതലപ്പുഴയിലെ പ്രശ്നം പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിച്ചു വരികയാണെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വ്യക്തമാക്കി. ഉടൻ തന്നെ ആ DPR പൂർത്തിയാക്കുകയും സ്ട്രക്ചറൽ ഡിസൈൻ പൂർത്തിയാക്കുകയും അത് സംസ്ഥാന സർക്കാരിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ദ്രുതഗതിയിൽ അതിനുള്ള അംഗീകാരം കൊടുക്കുകയും നടപടികൾക്ക് ശേഷം അംഗീകാരം കൊടുക്കുകയും അതിന്റെ ഫണ്ട് അനുവദിക്കുകയും ചെയ്യും. പ്രശ്നത്തിൽ അടിയന്തര പരിഹാരമുണ്ടാകണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. 24 തിരുവനന്തപുരം. പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ. കോഴിക്കോട് ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ ബന്ദ്. വിശദാംശങ്ങളുമായി മിഥില ബാലൻ ഇപ്പോൾ ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്ന് മിഥില, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് KSU പ്രവർത്തകർ കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ മാർച്ചിന് നേരെ പോലീസ് അതിക്രമം കാണിച്ചു എന്നാരോപിച്ചാണ് KSU നാളെ വിദ്യാഭ്യാസ ബന്ദിനെ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിൽ മാത്രമാണ് വിദ്യാഭ്യാസ ബന്ദ്. KSU ജില്ലാ കമ്മിറ്റിയാണ് ഇത്തരത്തിൽ ബന്ദിനെ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. മാത്രമല്ല 21ഓളം പ്രവർത്തകർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രവർത്തകരെ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി ബീച്ച് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം ഇവരെ കോടതിയിൽ ഹാജരാക്കും. ഈ പോലീസ് അതിക്രമം നടത്തി എന്നാരോപിച്ചാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ KSU നാളെ വിദ്യാഭ്യാസ ബന്ദിനെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ശരി മിഥില ബാലൻ കോഴിക്കോട്. ഇനി യൂറോ കപ്പ് വാർത്തകൾ. കോയറോൺ മാട്രസസ് യൂറോ കോപ്പ കാൽപന്തോളം സമർപ്പിക്കുന്നത് കോയറോൺ മാട്രസസ്. സ്ലീപ് ബെറ്റർ, ലിവ് ബെറ്റർ. യൂറോ കപ്പിൽ ഇന്ന് സ്പെയിൻ ഇറ്റലി വമ്പൻ പോരാട്ടം. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിലെ വിജയികൾ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറും. അവസാന 16-ൽ സ്ഥാനമുറപ്പിക്കാൻ ഇംഗ്ലണ്ടും ഇന്നിറങ്ങും. മരണക്കയമായ ഗ്രൂപ്പ് ബിയിൽ നിന്ന് പ്രീ ക്വാർട്ടറിന്റെ കരപിടിക്കുന്നത് ആദ്യമാരായിരിക്കും. നിലവിലെ ചാമ്പ്യന്മാരായ ഇറ്റലിയോ അതോ UEFA നേഷൻസ് ലീഗ് ജേതാക്കളായ സ്പെയിനോ? രാത്രി 12:30 ജർമ്മനിയിലെ വെൽറ്റിൻസ് അരീനയിലാണ് പെരും പോരാട്ടം. 2ാം ജയമാണ് സ്പെയിന്റെയും ഇറ്റലിയുടെയും ലക്ഷ്യം. സ്പെയിൻ എതിരില്ലാത്ത 3 ഗോളിന് ക്രൊയേഷ്യയെ തകർത്തു തുടങ്ങിയപ്പോൾ അൽബേനിയയ്ക്കെതിരെ 1-2 ഗോളിനായിരുന്നു ഇറ്റലിയുടെ ജയം. കഴിഞ്ഞ യൂറോ കപ്പിൽ ഇരുവരും മുഖാമുഖം വന്നപ്പോൾ മത്സരം 1-1 സമനിലയിൽ പിരിഞ്ഞു. എന്നാൽ നേഷൻസ് ലീഗിലെ 2 കളിയിലും സ്പെയിൻ ജയിച്ചു കയറി. പ്രീ ക്വാർട്ടറിൽ ഇടമുറപ്പിക്കാൻ ഇംഗ്ലണ്ടും ഇന്നിറങ്ങും. രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ ഡെൻമാർക്കാണ് എതിരാളികൾ. ആദ്യ മത്സരത്തിൽ സെർബിയയോട് 1 ഗോളിന് കടന്നുകൂടുകയായിരുന്നു ഇംഗ്ലണ്ട്. ഡെൻമാർക്ക് സ്ലൊവേനിയയോട് 1-1 സമനില വഴങ്ങുകയും ചെയ്തു. സ്പോർട്സ് ഡെസ്ക് 24. ഇനി നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കോൺഗ്രസ് 3 ജില്ലകൾ വീതമുള്ള ക്ലസ്റ്ററുകളായി തിരിച്ച് പ്രവർത്തനം. മുതിർന്ന നേതാക്കൾക്ക് ജില്ലകളുടെ ചുമതല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആലസ്യത്തിലേക്ക് പോകരുതെന്ന് പ്രവർത്തകർക്കും നേതാക്കൾക്കും KPCC നിർദ്ദേശം.
മുതലപ്പുഴി വിഷയത്തിൽ പരിഹാരം കണ്ടെത്തുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അപകടത്തിൽപ്പെട്ടവരുടെ കാര്യത്തിൽ ഇടപെടും. ഇനി ആരും അപകടത്തിൽപ്പെടരുത്. ദീർഘകാല അടിസ്ഥാനത്തിൽ തന്നെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സംസ്ഥാനത്തെ കാലവർഷം സജീവമാകുന്നു. അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കണ്ണൂരിൽ ഓറഞ്ച് അലർട്ടും 9 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.